പെണ്ണും ചെറുക്കനും സംസാരിക്കൂ. നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. വരൂ 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 വരൂ. മോനെ സംസാരിക്കാൻ മാത്രം ചെയ്യാവുള്ളൂ. കിട്ടുന്നുള്ളൂ. വരൂ വരൂ വരൂ. അപ്പോ ഞങ്ങൾ സംസാരിക്കാൻ പോവാണ്. ചേട്ടൻ വരൂ. ചേട്ടന് എന്തും എന്നോട് ചോദിക്കാം, സംസാരിക്കാം. ചേട്ടൻ എന്താണ് പ്രശ്നം ചേട്ടാ? ആദ്യമായിട്ടാണ് പെണ്ണ് കാണാൻ പോയത്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് ടെൻഷനാണോ? ഒരു ആങ്കറിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാളെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. സോ ചേട്ടന് ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ കൂളാവും. ഇപ്പൊ ഓക്കെ അല്ലേ? ചെറുതായിട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആയാ ഓക്കെ ആവും. ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഉള്ളത് പറഞ്ഞാ കുട്ടിക്ക് ഫീൽ ആവും. കൂൾ. ചേട്ടൻ ഇപ്പൊ ഓക്കെ ആയ സ്ഥിതിക്ക് എന്തും എന്നോട് ചോദിക്കാം, എന്തും എന്നോട് പറയാം. പറഞ്ഞോളൂ. നല്ല ഡ്രസ് കേട്ടോ. കോസ്റ്റ്യൂം കർട്ടസി ബൈ ഗിഫ്റ്റ് ടൈലേഴ്സ് കല്ലുവെട്ടാക്കുഴി. പറയൂ ചേട്ടാ, എന്താണ്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതായത് എനിക്ക് എന്റെ വീട്ടുകാരെ നന്നായിട്ട് നോക്കണം. ഓക്കെ. പിന്നെ നല്ല ആഹാരം ഉണ്ടാക്കി തരണം. ഓക്കെ. പാചകമൊക്കെ അറിയാമോ? ചേട്ടൻ ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കുക്കിംഗ് അറിയാമോ എന്നുള്ളത്. പക്ഷെ അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ 3 ഓപ്ഷൻസ് ആയിട്ടാണ് തരാൻ പോകുന്നത്. അറിയാം, അറിയില്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു. ഇതിന്റെ ഉത്തരം പറയാൻ പോകുന്നത് ഞാനല്ല, അത് ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ 1000 rupees ഗിഫ്റ്റ് ഹാമ്പർ ആണ് ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1000 രൂപ കിട്ടും എനിക്ക് ഉത്തരം പറഞ്ഞാ. ടിക് ടിക് 1 ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 3. മണിക്കുട്ടി ഓടി തുടങ്ങി. ഇത് മണിക്കുട്ടിയല്ലല്ലോ, മണിക്കൂട്ടലല്ലേ? അതെ, സംഭവിക്കുന്ന ഓർത്ത് വരുമായിരുന്നു. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു പോണിത് ഓർത്ത് വരും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാം. ഉത്തരം അറിയാം. ചേട്ടന് ഉത്തരം അറിയാന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ചേട്ടാ ഉത്തരം? കുട്ടിക്ക് പാചകം അറിയാം. സോറി, ചേട്ടൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി, ഓൺലൈനിൽ ഓർഡർ ചെയ്യും. അതെ, ഒരു അവസരം കൂടി തരുമോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഈ മണിക്കൂട്ടം ഇത് മാറ്റിയില്ലേ? തെറ്റിച്ചു. പക്ഷേ ഇനി ഒരു അവസരം തരാൻ കഴിയുമോ എന്നുള്ളത് എനിക്കല്ല, പ്രൊഡ്യൂസറിനെ പറയാൻ സാധിക്കുള്ളൂ. പ്രൊഡ്യൂസർ, ഹലോ, എന്റെ പയ്യനെ ഒരു ചാൻസ് കൊടുക്ക്. ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയതാണ്. എങ്ങനെയും നടത്തി കൊടുക്കും പ്ലീസ്. നമ്മള് സാധാരണ അങ്ങനെ കൊടുക്കുന്നതല്ല അല്ലേ? എങ്കിലും ഒരു ആങ്കറിന്റെ വീടെന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കാം. അതായത് നമ്മൾ ഈ ആങ്കറിങ് കണ്ടുപിടിച്ച അന്ന് തൊട്ടുള്ള ഒരു ഗെയിമാണ് ദാമോദര മാഷ്. ദാമോദര മാഷ അങ്ങനെ സിനിമയുടെ പേര് എഴുതിയിരിക്കുന്ന ആക്ഷൻ കാണിക്കുന്നത് അത് ഡംഷറാസ് എന്ന് പറയുന്ന ഒരു ഐറ്റം. അതായത് ഒരു ആങ്കറിങ് എന്ന് കണ്ടുപിടിച്ചോ അന്ന് തൊട്ടുള്ള സാധനം. ആ സാധനം നമ്മൾ കൊടുക്കുകയാണ്. അത് ശരിക്കും നീ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പെണ്ണിട്ട് ചേരും. ഓക്കെ ആണോ? ഒരു സിനിമ പേരായിരിക്കും, നമ്മൾ ആക്ഷൻ കാണിക്കും, നീ അത് പറയണം. ഇതെങ്കിലും ഒന്നും നടക്കട്ടെ. അതൊരു ടെൻഷൻ കാരണം ഈ വിറയിൽ നിന്ന് തന്നെ പാടാ, അറിയാമോ? എന്റെ ഇടയിൽ കൂടെ അങ്ങനെ മണിക്കുട്ടിയുടെ ഓട്ടോ. ഇതാ കണ്ടല്ലോ, കണ്ടു. കണ്ടല്ലോ. ഇതാണ് സിനിമയുടെ പേര്. ഇത് നമ്മൾ ആക്ഷനിൽ കാണിക്കും, പറയണം. ഞാൻ പറയണോ അല്ലേ? ഞങ്ങൾ ആക്ഷൻ കാണിക്കും, പറയണം. പറയണം. ശരി, റെഡി. സിനിമാറ്റിക് ഡാൻസ് ഞാൻ കാണിക്കാം. നാടോടി നിർത്താം. പാവാട ഉള്ളോണ്ട് കൊള്ളാം. എന്താ നിങ്ങൾ കാണിക്കണേ? എന്ത് കോപ്രായം നിങ്ങൾ കാണിക്കണേ? ഇതാണ് ആക്ടിങ്. ആക്ടിങ് ഇസ് ദ റിയാക്ടിങ്. റിയാക്ടിങ് ഇസ് ആക്ഷൻ. ഞാൻ കാണിക്കാം. ഒന്നുള്ളത് ചെണ്ടടിക്കണ കൊരങ്ങായി നിന്റെ കുഞ്ഞമ്മയുടെ മോൻ. 2 വാക്കുകളുണ്ട്. ആദ്യത്തെ വാക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാ. ക്രിക്കറ്റ് കളി 7 ഓവർ മത്സരം, 10 ഓവർ. അവിടെ കളിക്കാൻ പറ്റൂല, പ്രശ്നമാണോ? കളി 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 കോട്ടോ ഇട്ടത് അതെന്ത് സംഭവം അറിയാൻ ഞാൻ കാണിച്ചുതരാം. എന്താ അത്? ആഗ്രഹം ഇറക്കാൻ പോണോന്നാ?
ചവിട്ടിക്കൂട്ടി. പാട്ട 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 കളി കളി പാട്ട. വട്ടത്തിലുള്ള കളിപ്പാട്ട. എടാ മരവാഴേ, പൊട്ടുപോലുള്ള കളിപ്പാട്ട. ടൈം തീർന്നു. പറ്റില്ല. ടൈം തീർന്നു. എന്താടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? നിനക്ക് എല്ലായിടത്തും പോയി ചായാൻ പാടില്ല. മര്യാദയ്ക്കൊന്ന് ഉത്തരം പറഞ്ഞൂടെ ചേട്ടാ? പിന്നെ നീ പറയണ ഉത്തരം പറയാൻ ഞാൻ നിന്റെ കളിപ്പാട്ടോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? കളിപ്പാട്ടം സമയം കഴിഞ്ഞു പോയി ചേട്ടാ. അല്ല, ഒരു ചാൻസ് ഒരു ചാൻസും കൂടെ. ഒരു ചാൻസ് കൂടി കൊടുക്കും. കാരണം എന്ത് ചെയ്യാനെന്ന് ലാസ്റ്റ് ചാൻസ് ചാൻസ് കൊടുക്കണോ? ലാസ്റ്റ് ഒരു ചാൻസ്, ഒറ്റ ചാൻസ്. കെട്ടാൻ മുട്ടിക്കുന്നുണ്ടോ? ഒരു ചാൻസ്. ലാസ്റ്റ് ചാൻസ് ആണ്. ഇവരെല്ലാരും പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. കേട്ടില്ല, ഒറ്റ ചാൻസ് ആണ്. ഇതിൽ ഉത്തരം പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ മോളെ ഞാൻ കെട്ടിച്ചേരാം. ഓക്കെ, എങ്കിലും പറയണടാ. പറയാം. ക്വസ്റ്റ്യൻ. അമരം സിനിമയിൽ മാധു എന്ന നായികയുടെ നായകനായിട്ട് അഭിനയിച്ച നടന്റെ പേര്? എ ചെമ്പിലശോകൻ, ബി ഹരിശ്രീ അശോകൻ, സി സാദാശോകൻ, ഡി അർജുൻ അശോകൻ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഏ ചെമ്പിലശോകൻ. ഒന്നുകൂടെ ആലോചിച്ച് പറയുക. എ ചെമ്പിലശോകൻ, ബി ഹരിശ്രീ അശോകൻ, സി സാദാശോകൻ, ഡി അർജുൻ അശോകൻ. ഇത് ആലോചിക്കാൻ ഒന്നുമില്ല, ചെമ്പിലശോകൻ. തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നില്ല. ഈ പരിപാടിയിൽ ഇവൻ തോറ്റു. ഇവൻ ഈ വീട്ടിൽ നിന്ന് പെണ്ണില്ല, ഉറപ്പായിട്ട് പെണ്ണില്ല. അപ്പൊ നമ്മൾ ഈ പെണ്ണുകാൽ ചടങ്ങ് ഇവിടെ വെച്ച് പൊളിഞ്ഞ സ്ഥിതിക്ക് മക്കള് വൈൻഡപ്പ്. മടിയംപറമ്പിൽ മഹേഷ് എന്ന ഈ വ്യക്തി നമ്മുടെ ഈ ഷോയിൽ തോറ്റ സ്ഥിതിക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരാളുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് പിങ്കി. എടാ നീ 10 പ്രാവശ്യം പടം കണ്ടതാണ്, നിനക്കറിയാൻ പാടില്ല ആരാന്ന്. എന്റെ ബ്രോക്കർ ഏട്ടാ, 10 എന്നല്ല, ഒരുപാട് തവണ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ ഒരു മണിക്കുട്ടി കിടന്ന് ഓടി കണ്ടില്ലേ, അതുപോലെ ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് ഓടേണ്ടി വരും. ഇവളെ വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ എന്റെ അമ്മ എന്നെ ഡേഞ്ചർ സോണിലാക്കും. പിന്നെ എന്നെ വീട്ടിൽ നിന്ന് എന്നെ എലിമിനേറ്റ് ചെയ്യും. എന്റെ പൊന്നു ചേട്ടാ, ഈ ഗെയിം ഷോ ഈ വീട്ടിൽ നടക്കണതാണ് നല്ലത്. എന്റെ വീട്ടിൽ ഇത് പറ്റൂല, എനിക്ക് ജീവിക്കണം.